ബയോട്ടിൻ ലഡു ഉണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്യണത് മാത്രമേ കാണിച്ചുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ എടുത്ത സാധനങ്ങളൊന്ന് കാണിക്കാം. ചിയ സീഡ്സ്, പിന്നെ ഫ്ലാക്സ് സീഡ്, പിന്നെ ഞാൻ ഇതിട്ടിട്ടില്ല, പക്ഷേ ഇതും കൂടെ നിങ്ങൾ ചേർക്കേണ്ടതാണ്. പിന്നെ പംകിൻ സീഡ്, പിന്നെ നമ്മുടെ മത്തൻ്റെ കുരു, പിന്നെ ഇതെന്താണ് ഇത് നമ്മുടെ എള്ള്, സീസയും, പിന്നെ ആൽമണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ മറന്നോട്ട്, നിങ്ങൾ ആൽമണ്ടും കൂടെ എടുക്കണം. പിന്നെ കാഷ്യൂനട്ട്, പിന്നെ നമ്മുടെ ഡേറ്റ്സ്, പിന്നെ പിസ്ത. ഇത്രയും സാധനങ്ങളാണ് എടുത്തത്. എന്നിട്ട് ഇതെല്ലാം ഇപ്പം ഞാനതിൽ ഈ ആൽമണ്ടും കാഷ്യൂ ഒക്കെ ഏകദേശം ഒരുമിച്ചാണ് ചൂടാക്കിയത്, ഒരുമിച്ചാണ് പൊടിച്ചത്. അതുപോലെ തന്നെ ഈ സീഡ്സ്, ഈ 2 സീഡ്സും ഒരുമിച്ചിട്ടാണ് ചൂടാക്കിയതും പൊടിച്ചതും, അങ്ങനെ എല്ലാം ഇടരുത്. പിന്നെ ഫ്ലാക്സ് സീഡും ഇതെല്ലാം സെപ്പറേറ്റ് തന്നെയാണ് പൊടിച്ചെടുത്തത് കേട്ടോ. അത് ഒരുമിച്ചിട്ടിട്ട് പൊടിക്കുക, ഇത് രണ്ടും ഒരുമിച്ചിട്ടിട്ട് പൊടിക്കാം. പിന്നെ ഇതും കൂടെ നമ്മുടെ കാഷ്യൂൻ്റെ കൂടെയൊക്കെ ചേർത്ത് പൊടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അളവ് കുറച്ച് നല്ലതായിരിക്കും, കാര്യം ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. പിന്നെ അതെല്ലാം സെപ്പറേറ്റ് ചൂടാക്കി പൊടിച്ച രൂപത്തിലുള്ളതാണ് ഇത്. കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് കടിക്കണം, അതൊന്ന് കടിച്ച് തിന്നണം എന്ന് ആഗ്രഹമുള്ളവർ, കുറച്ചിങ്ങനെ ഇതായിട്ടിരിക്കണം എന്നുള്ളവർക്ക് അത് കുറച്ചും കൂടെ പൊടിക്കൽ കുറയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അറ്റ് ലാസ്റ്റ് ഞാൻ എൻ്റെ ബയോട്ടിൻ ലഡു കഴിഞ്ഞതിൽ കാണിച്ചായിരുന്നു, അതായി ഇങ്ങനൊരു ഫോമിലായി. അപ്പോൾ ഇത് നല്ല മധുരമുണ്ട്, ഞാൻ ഇട്ടാണ് അത്. അപ്പം മധുരം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കുറച്ച് അയൺ കൂടെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിൽ നമ്മുടെ ശർക്കരയേക്കാളും നല്ലത് കരിപ്പെട്ടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്വീറ്റാണ്, നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. പക്ഷേ അങ്ങനെ ഒരുപാട് നിങ്ങൾ കഴിക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.